സംസ്ഥാന സർക്കാരാണ്, ടൂറിസം ട്രാൻസ്പോർട്ട് വകുപ്പാണ് ഈ കാര്യത്തിൽ പൂർണ്ണമായും ഉത്തരവാദി. നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, അന്ന് തീർക്കാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു കാരണവശാലും നടക്കാൻ പറ്റില്ലെന്ന് മന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് നാട്ടിൽ കലാപമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു വണ്ടിയും ഇനി ഓടില്ല, ഊബർ ഓല വണ്ടി കേരളത്തിൽ ഓടില്ല. അവിടെ വരെ എത്തിച്ചപ്പോൾ സമാധാനമായോ? ഇത് ഒരു ചട്ടം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകണമായിരുന്നു, അത് പോയില്ല. എന്ന് മാത്രമല്ല, ഈ സമയത്ത് കേരള സർക്കാരിൻ്റെ വക തൊഴിൽ വകുപ്പിൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, സവാരി. ഇപ്പോൾ കാണാനില്ലെന്ന് തോന്നുന്നു. ആ ആപ്പും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ ചട്ടത്തിൻ്റെ കീഴിൽ. ചുരുക്കി പറഞ്ഞാൽ തട്ടിക്കൂട്ടി ഒരു ചട്ടം ഉണ്ടാക്കി വെച്ചിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത സംസ്ഥാന സർക്കാരാണ് ഇവിടെ ഇപ്പോൾ രണ്ട് വിഭാഗം തൊഴിലാളികളെ, ഒരേ തൊഴിലെടുക്കുന്നവർ, ഒരേ വീടുകളിലേക്ക് ഒരുപോലെ തന്നെ അരിയും പലവ്യഞ്ജനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഈ പണിയെടുക്കുന്നവരെ തെരുവിൽ തല്ലിച്ചിരിക്കുന്നത്. ഇങ്ങനെയല്ല ഒരു ഇടതുമുന്നണി സർക്കാർ പണിയെടുക്കേണ്ടത്. ഇങ്ങനെയല്ല ഒരു ഇടതുമുന്നണി സർക്കാർ തൊഴിലാളികളുടെ കാര്യത്തിൽ നിയമം നടപ്പിലാക്കേണ്ടത്. ഇങ്ങനെയല്ല ഈ കാര്യത്തിൽ ഏറ്റവും അവസാനം കൈയൊഴിഞ്ഞ് വെറുതെ ഇരിക്കേണ്ടത്.